Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ഓഗസ്റ്റ് 1 തീയതി മുതൽ ആരംഭിക്കുകയാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. 2 സബ്ജക്ട്സിൻ്റെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങും. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ആദ്യത്തെ പേപ്പർ വരുന്നത് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആരംഭിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് സിയിൽ 4 SI ചോദ്യങ്ങളാണ് വരുന്നത്. 3 പ്രോബ്ലംസും ഒരു തിയറിയാണ് കണ്ടുവരാറ്. ഞാൻ പറയാറുണ്ട്, അത്യാവശ്യം വലിയൊരു പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആ പ്രോബ്ലത്തിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി ചാപ്റ്ററിൽ നിന്നാണ്. ഏതാണ്? ഹോൾഡിംഗ് കമ്പനി ചാപ്റ്ററിൽ നിന്ന് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷനാണ് സാധാരണ ഒരു SI ആയിട്ട് എല്ലാ പേപ്പറിലും വരാറ്. പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പരമാവധി കവർ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം വരുന്നത് SIക്ക് ഈ ഒരു ടോപ്പിക്കാണ്. മൂവിങ് ടു നമ്പർ 2, ലിക്വിഡേഷൻ ആണ് രണ്ടാമത്തെ ടോപ്പിക്ക്. ലിക്വിഡേഷൻ. സോ ലിക്വിഡേഷനിൽ 2 ടോപ്പിക് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാ. ലിക്വിഡേഷനിൽ ഒരെണ്ണം SI വരാറുള്ളത് പ്രിപ്പയർ ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ഒന്നെങ്കിൽ അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. കൂടുതൽ ലിക്വിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് വരയ്ക്കാനാണ് സാധ്യത. മറ്റതും വരാം, മറ്റേതിന് സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇതാണ് മറ്റൊരു പ്രോബ്ലം. ഓക്കെ, റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിക്കണം. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3, കുറച്ച് ലെങ്തി ആയിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ടോപ്പിക്കാണ് അമാൽഗമേഷൻ. അമാൽഗമേഷൻ മെർജറാണ് അതിൽ കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ടോപ്പിക്ക്, മെർജർ. ഓക്കെ, പ്രോബ്ലം അമാൽഗമേഷനിൽ നിർബന്ധമായും പഠിക്കുക. അതാണ് മറ്റൊരു പ്രോബ്ലം SI. ഈ 3 ചോദ്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ 3 എണ്ണമായിരിക്കും വരാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് 2 എണ്ണമായിരിക്കും മിക്കതും SI ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറ്. ഇത് സ്കിപ്പ് ചെയ്യരുത് ഈ ടോപ്പിക്ക്. ഇനി പറയാൻ പോകുന്ന ചോദ്യങ്ങൾ മാറി മാറിയൊക്കെ വരുന്നതാണ്. ബട്ട് ഈ 3 എണ്ണം കമ്പൽസറി ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് തിയറി ചോദ്യങ്ങളുടെ സജഷൻസിലോട്ട് പോവുകയാണെങ്കിൽ 2-3 ചോദ്യങ്ങളാണ് മെയിനായിട്ട് തിയറിയിൽ കണ്ടുവരാറ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാം. അല്ല, ആദ്യത്തെയാണ് വാട്ട് ഈസ് ഫോറൻസിക് അക്കൗണ്ടിങ്. ഫോറൻസിക് അക്കൗണ്ടിങ് 2-3 എണ്ണം ഉണ്ട് എമർജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാം. അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ആൻഡ് ബെനഫിറ്റ്സ്, ഇതാണൊരു ചോദ്യം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആണ്. വാട്ട് ഈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഇമ്പോർട്ടൻസ്, അതിൻ്റെ അപ്രോച്ചസ്, ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അതാണ് മറ്റൊരു ചോദ്യം. പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് മുമ്പുള്ളൊരു ചാപ്റ്റർ ഉണ്ട്, HRA, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. അപ്പോൾ അതിൽ നിന്നും ചോദ്യം ചോദിക്കാം. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്
ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അപ്രോച്ചസ് ലിമിറ്റേഷൻസ് ഈ കാര്യങ്ങളൊക്കെ അതിലും നോക്കുക. അപ്പോൾ തിയറി 2-3 എണ്ണം ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ള. ഇനി ഒരു അഡീഷണൽ സജഷൻ നൽകാനുള്ളത് ആക്ച്വലി 3 വെയിറ്റേജിനാണ് കൂടുതൽ വരാറ്. ലീസിങ് ആണ്. ലീസിങ്ങിൻ്റെ ഫിനാൻഷ്യൽ ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ്, അതിൻ്റെ തിയറി നോക്കാം. പ്രോബ്ലം ഫിനാൻഷ്യൽ ലീസിൻ്റെ നോക്കി വയ്ക്കാം. കൂടുതൽ നമ്മൾ 3 വെയിറ്റേജിൻ്റെയിലാണ് കണ്ടുവന്നിട്ടുള്ള. ഓപ്പറേറ്റിംഗ് ലീസും ഫിനാൻഷ്യൽ ലീസൊക്കെ നമ്മളുടെ ഡിഫറൻസ് തിയറിയൊക്കെ 3 വെയിറ്റേജിൻ്റെയിലാണ് വരാറ്. അപ്പോൾ ലീസിങ്ങിൽ നിന്നും വേണമെങ്കിൽ ഒന്ന് മാറ്റിയിടാം, ബട്ട് കൂടുതലത് 3 വെയിറ്റേജിൻ്റെയിലാണെന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. എസ്സേയിൽ എന്തെങ്കിലും ഫസ്റ്റ് 3 പ്രോബ്ലംസ് അതാണ് മെയിൻ. ഹോൾഡിംഗ് കമ്പനി, അതിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ, ലിക്വിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ പ്രോബ്ലം, അമാൽഗമേഷനിലെ മർജർ ആണ് മിക്കതും കണ്ടുവരാറ്. പിന്നെ തിയറിയിലോട്ട് വരുമ്പോഴാണ് ഫോറൻസിക് അക്കൗണ്ടിങ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് കൂടുതൽ കണ്ടുവരുന്നത്. പിന്നെ ഇൻഫ്ലേഷൻ കൂടുതൽ 3 വെയിറ്റേജിൻ്റെയിലാണ് വരാറ് തിയറി ഇടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 വെയിറ്റേജിൻ്റെയിൽ. പിന്നെ ലീസിങ് അതും തിയറി ആയിട്ട് നോക്കി വയ്ക്കുക കേട്ടോ. സോ ദാറ്റ്സ് ഓൾ. ക്ലാരിറ്റി കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.